നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനൊരു വെറൈറ്റി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? വെറും 2 ചേരുവകൾ മാത്രം മതി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ. എന്നാലോ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാല് കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് മിക്സിയിലിട്ട് അടിക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് നന്നാരി സർബത്താണ് കേട്ടോ. അപ്പോൾ നറുനീണ്ടി സർബത്ത് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നാരി സർബത്ത് ചേർത്ത് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഒരു 1/4 കപ്പ് നന്നാരി സർബത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസ്സിലോട്ടാണ് കേട്ടോ ചേർക്കുക. അപ്പോൾ അത്രയും മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഷോപ്പിൽ അവർ നന്നാരി മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുക. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ മിൽക്ക് ഷേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് നന്നാരി സർബത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം നന്നാരി സർബത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നന്നാരി മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നന്നാരി സർബത്ത് ഒഴിച്ചിട്ടാണ് ഇത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നാരി സർബത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ് കേട്ടോ ഈ നന്നാരി മിൽക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗീവ് അവേ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ, ഏറ്റവും ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് ഏതാണ്? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.